ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കുട്ടിപ്പട്ടാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സങ്കടമുള്ളൊരു കാര്യം പറയാനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് വല്യേട്ടനെ കുഞ്ഞുവാവ ആദ്യമായിട്ട് ഉമ്മ കൊടുത്താണ് കേട്ടോ. അവൻ്റെ സന്തോഷം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ സങ്കടം പറയാമെന്ന് പറഞ്ഞിട്ട് ഇത് പറയുമ്പോൾ നിങ്ങളിനി അതാണോ സങ്കടമൊന്നും ചോദിക്കരുത് കേട്ടോ. അപ്പോൾ വല്യേട്ടനെയും കുഞ്ഞുവാവേനെയും കുഞ്ഞിച്ചേട്ടനെയൊക്കെ നിങ്ങളെപ്പോഴും തിരക്കുന്നതുകൊണ്ട് അവരുടെ ക്ലിപ്പിങ്സ് ആദ്യം ഉൾപ്പെടുത്തിയെന്നുള്ളൂ. ഇത് ക്രിസ്മസിന് വേണ്ടി കോസ്റ്റ്യൂം ചെയ്തപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങി നിന്നപ്പോൾ വല്യേട്ടന് കുറേ അവൾക്ക് ഉമ്മ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് അവൾ ഉമ്മ തിരിച്ചു കൊടുക്കണതാണ് കേട്ടോ. അതവൻ ഒത്തിരി അങ്ങ് സന്തോഷമായി. അപ്പോൾ ചിരിപ്പിച്ചുകൊണ്ട് കുഞ്ഞിച്ചേട്ടൻ നിൽക്കുന്നുണ്ട്. അതാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് അവൾ നോക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഷെയർ ചെയ്യാൻ വന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുവാവ കമിഴ്ന്ന് വീഴാൻ തുടങ്ങിയ സമയം മുതൽ നമ്മൾ ഓർക്കുന്നതാണ്. കുട്ടി കമിഴ്ന്ന് വീണിട്ടുണ്ടെങ്കിൽ പിന്നീട് നീന്താൻ തുടങ്ങുമല്ലോ. നീന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിലേന്ന് താഴെ വീഴും. ഈ വല്യേട്ടൻ ഇങ്ങനെ കട്ടിലേന്ന് 3-4 പ്രാവശ്യം താഴെ വീണിട്ടുണ്ട്. അന്നൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടിലിൽ ചെറിയൊരു ബെഡാണ് കേട്ടോ, തിക്നെസ് കുറഞ്ഞിട്ട് ചെറിയൊരു ബെഡാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ബെഡിൻ്റെ സൈസൊക്കെ വലുതായിട്ട് ഇതായിരുന്നു നമ്മൾ വീഡിയോയിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ബെഡ്റൂമായിരുന്നു ഇത്. അപ്പോൾ ഇത് നമ്മുടെ ഫാമിലി കോട്ട് കട്ടിലാണ്. അപ്പോൾ അത്രയും സ്പേസ് ഉണ്ട്. എന്നാൽ പോലും കുഞ്ഞ് നീന്താൻ തുടങ്ങുമ്പോൾ കുഞ്ഞ് താഴെ വീഴും. അത് നമുക്ക് ഈ മൂത്തയാളിങ്ങനെ വീണിട്ടുള്ളത് കൊണ്ട് അറിയാം. അപ്പോൾ നമ്മൾ കുഞ്ഞ് കമിഴ്ന്ന് വീഴാൻ തുടങ്ങിയപ്പോൾ മുതൽ റൂമൊന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് 2 കട്ടിലുകൾ തമ്മിൽ അടുപ്പിച്ചിട്ടിട്ട് ഇപ്പോൾ കുറച്ച് സ്പേസ് ഉണ്ടാകുമല്ലോ ആളൊന്ന് എഴുന്നേൽക്കുന്ന സമയത്ത്. അപ്പോൾ ഉറക്കത്തിൽ മാത്രമല്ല നമ്മൾ അടുത്തുനിന്ന് മാറുന്നുള്ളൂ. പ്രത്യേകിച്ച് ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ. പകൽ സമയത്ത് കുട്ടികളും ഹസ്ബൻഡൊക്കെ ജോലിക്ക് പോകും. അപ്പോൾ ഇവളുടെ അടുത്ത് ഫുൾ ടൈം ഞാനുണ്ട്. അപ്പോൾ ഉറങ്ങാത്ത സമയത്ത് ഫുള്ള് ഞാനുണ്ട്. ഉറങ്ങിക്കഴിയുമ്പോൾ മാത്രമേ ഞാൻ അടുത്തുനിന്ന് മാറുള്ളൂ. അതും വളരെ കുറച്ച് സമയം ആൾ പകലൊക്കെ ഉറങ്ങുള്ളൂ. രാത്രിയും ഉറക്കം കുറവാണ്. 12 മണിക്ക് ശേഷമാണ് ഉറങ്ങുന്നത്. അപ്പോൾ ഇവളുടെ അടുത്ത് ഫുൾ ടൈം ഉണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നീന്തുന്ന സമയത്താണെങ്കിലും കുഞ്ഞിൻ്റെ അടുത്ത് ആളുള്ളത് കൊണ്ട് വീഴില്ലല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് 2 കട്ടിലുകൾ തമ്മിൽ അടുപ്പിച്ചിടണമെങ്കിൽ ഒരേ അളവിലുള്ള ബെഡ് വാങ്ങണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ടല്ലോ. അപ്പോൾ റൂം ഷിഫ്റ്റ് ചെയ്യണം. ഇപ്പം കിടക്കുന്ന റൂം എന്ന് വെച്ചാൽ ചെറിയ റൂമാണ്. അതിലൊരു കട്ടിലിടാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമുക്ക് സാഹചര്യം ഒത്തു വന്നിട്ട് വേണം ചെയ്യാൻ. അതിനുവേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുഞ്ഞ് നീന്താൻ തുടങ്ങുമ്പോൾ ഉള്ളിൽ പേടിയുണ്ടായിരുന്നു, എപ്പോഴെങ്കിലും ഇവൾ താഴെ വീഴുമെന്ന് ഓർത്തിട്ട്. അപ്പോൾ നമ്മൾ ഫുൾ ടൈം ആൾ കൂടെ ഉള്ളത് കൊണ്ട് അങ്ങനെ പ്രശ്നം വരില്ല എന്നൊക്കെ മനസ്സിലൊരിതുണ്ടെങ്കിൽ ഉള്ളിൽ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും കണ്ണ് തിരിയാതെ ഇങ്ങനെ ഇരിക്കില്ലല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ആൾ താഴെ വീഴുമെന്നൊരു പേടിയുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ അടുത്തു നിന്നൊക്കെ മാറുമ്പോൾ ചുറ്റിലും പില്ലോയൊക്കെ വെച്ചിട്ട് ഒക്കെയാണ് മാറിയിരുന്നത്. അപ്പോൾ എങ്കിലും നല്ല ഹൈറ്റുള്ള ബെഡും കൂടെ ആകുമ്പോൾ നല്ല ഹൈറ്റിലാണ് വരുന്നത്. അപ്പോൾ കുഞ്ഞാണല്ലോ, അപ്പോൾ അവൾ തീരെ കുഞ്ഞുമാണെന്നുകൊണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് താഴെ പോയിട്ടുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാവും നമുക്ക് അറിയാമായിരുന്നു. പിന്നെ സാഹചര്യമെല്ലാം ഒത്ത് വരുന്ന ഒരു ടൈം എടുത്തു. കാരണം ബെഡ് വാങ്ങാനും ഈ റൂം ഷിഫ്റ്റ് ചെയ്യാനും റൂമിലെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യണത് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നു. പതുക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. നിർഭാഗ്യവശാൽ ഒരു ദിവസം ഉറങ്ങിയ സമയത്ത് ഞാൻ അവളുടെ അടുത്തു നിന്നും മാറി. ആ മാറിയ സമയത്ത് കൊണ്ട് കുഞ്ഞ് താഴെ വീണു. അത് ഉള്ളിൽ നമ്മൾ ഇങ്ങനെ ആ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് കൂടെ ഇരുന്ന് എപ്പോഴും തന്നെ ഞാൻ കൂടെ ഇരിക്കുമായിരുന്നു. ഞാൻ ഫുഡ് കഴിക്കലേ ഇല്ല പകൽ. രാവിലെ കുട്ടികൾ പോകുന്നതിന് മുമ്പ് ഫുഡ് കഴിച്ചാൽ പിന്നെ കുട്ടികൾ വന്നു കഴിയുമ്പോഴേ ഫുഡ് കഴിക്കാൻ പോലും പോകുള്ളൂ. അവൾ അത്രയും ഉറങ്ങത്തുള്ളൂ. ഒരു 5 മിനിറ്റ് പോലും ഉറങ്ങത്തില്ല. നമ്മൾ ഫുഡ് എടുക്കാൻ വേണ്ടി അടുക്കള ചെല്ലുമ്പോഴത്തേനും അവൾ എഴുന്നേൽക്കും. അപ്പോൾ കുക്ക് ചെയ്തൊക്കെ കുട്ടികൾ വന്നതിന് ശേഷം മാത്രമാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ സമയം നമുക്ക് അവളുടെ കൂടെ തന്നെ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ ഇട്ടിട്ട് പോകുന്നില്ലാത്തതുകൊണ്ട് അവൾ താഴെ വീഴില്ലല്ലോ എന്നൊരു ഇതും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പതുക്കെ റൂമൊക്കെ ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷേ ഒരു ദിവസം ഒരു ഗസ്റ്റ് വീട്ടിൽ വന്ന സമയത്ത് ജസ്റ്റ് അങ്ങോട്ട് ഞാൻ പോയ സമയത്തിന് ആൾ എഴുന്നേറ്റു. അപ്പോൾ പില്ലോ ഒക്കെ ചുറ്റിനും വെച്ചിട്ടുണ്ട്. ആ പില്ലോയുടെ മുകളിലേക്കൂടെ ആൾ താഴെ വീണു, കട്ടിലേന്ന് വീണു.
അപ്പോൾ നല്ല ഹൈറ്റിൽ നിന്നാണ് വീണത്. ഭയങ്കര സീനായിപ്പോയി. തലയുടെ പിൻഭാഗമായിരുന്നു. തലയുടെ പിൻഭാഗമൊക്കെ വല്ലാണ്ട് മുഴച്ച് ഭയങ്കരമായിട്ട് പേടിച്ചു. അപ്പോൾ മൂത്തയാൾ വീണിട്ടുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയത്. അപ്പോൾ കുഞ്ഞായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. വീണ് കഴിഞ്ഞതിന് ശേഷം ഛർദ്ദിച്ചാലാണ് കുഴപ്പങ്ങളുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ നമുക്കറിയാമെങ്കിലും അവളാണെങ്കിൽ ചെറിയൊരു വേദന വന്നാൽ വലുതായിട്ട് കരയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ ആൾ കുറേ സമയത്തിന് ഭയങ്കര കാർച്ചയും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളെടുത്തു ഫീഡ് ചെയ്തപ്പോൾ പാല് കുടിക്കുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. തന്നെ തിരുമ്മിയൊക്കെ കൊടുത്ത് ആളൊക്കെ ആയി. എങ്കിലും ഉള്ളിൽ ശരിക്കും പേടിയുണ്ടായിരുന്നു. പിന്നെ കുട്ടി ഛർദ്ദിക്കുകയോ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. പില്ലോ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു ആൾക്ക് വലിയൊരു ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ രക്ഷപ്പെട്ടു. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അതിനുശേഷം നമ്മൾ റൂം ഷിഫ്റ്റ് ചെയ്ത് ഒരു കട്ടിലയിൽ അവൾ പ്ലേ ടൈമിൽ ഉപയോഗിക്കുന്ന ആ ഒരു ഷീറ്റ് ഇട്ടേക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഉള്ള വീഡിയോസ് ഞാനിങ്ങനെ ഷെയർ ചെയ്തിരുന്നെങ്കിലും കാര്യമൊന്നും പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഒരു കട്ടിലയിൽ മാത്രം ബെഡ് ഇട്ടിട്ടുണ്ട്. ഭിത്തിയോട് ചേർന്ന ഭാഗത്ത് ഈ ഒരു ഷീറ്റ് ഇട്ടിട്ട് അത് അവൾക്ക് ഒരു സ്ഥലമാക്കി മാറ്റി. അങ്ങനെയാണ് ആദ്യം ചെയ്തത് കേട്ടോ. അപ്പോൾ കാരണം ഇനി ബെഡ് വാങ്ങിച്ച് കൊണ്ടുവരുന്നവർ അവിടെ നമുക്ക് വീണ്ടും വെച്ചുകൊണ്ടിരുന്നൊരു ഭാഗ്യപരീക്ഷണത്തിന് സാധിക്കില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു സൺഡേ വീട് റൂമെല്ലാം ടോട്ടലി അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ളും ഷിഫ്റ്റ് ചെയ്തു. ഒന്ന് ഡ്രസ്സിങ് റൂമായിട്ടായിരുന്നു വലിയ റൂം എടുത്തിരുന്നത്. അപ്പോൾ അതിനകത്തായിരുന്നു അലമാരയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അലമാരകളെല്ലാം മറ്റു പഴയ റൂമിലേക്ക് മാറ്റേണ്ടി വന്നു. ഒരുപാട് പണിയെടുക്കേണ്ടി വന്നിട്ട് നമുക്ക് ആ റൂമിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഒരു സൺഡേ ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ള വലിയേട്ടനാണ് മുഴുവൻ തന്നെ എല്ലാ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അവനും കൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് റൂം ഷിഫ്റ്റ് ചെയ്തു. ഈ ഒരു പ്ലേസ് കളിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ആ ഒരു കട്ടിൽ ഫുള്ളും. അപ്പോൾ അത് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ മറ്റേ ബെഡിൽ നിന്ന് എന്താണെങ്കിലും കുഞ്ഞ് ഈ ഒരു കട്ടിലിൽ സേഫായിട്ട് കുറച്ച് ദിവസം കിടക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. ഇത്ര സ്പേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ് പുറത്തേക്ക് ചാടില്ല. പിന്നെ നീന്തി വരുമ്പോൾ തല കട്ടിലിൻ്റെ ആ ഒരു ഇതിലൊക്കെ ഇടിച്ചാലുള്ള ചെറുതായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളൂ. അതിന് ചുറ്റിനും ഇങ്ങനെ എല്ലാ സാധനങ്ങളും വെച്ച് ഇങ്ങനെ ചുറ്റിനും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിന് ശേഷം ബെഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരുന്നത്. അങ്ങനെ എന്താണെങ്കിലും നമ്മൾ ഉള്ളുകൊണ്ട് ഒരുപാട് വേദനിച്ച ഒരു സമയമായിരുന്നു. അതിനുശേഷം അവൾക്ക് ഇപ്പോൾ പനിയൊക്കെയാണ്. പിന്നെ ആ ഒരു വീഴ്ചയ്ക്ക് ശേഷം പനി വന്നതല്ല, എങ്കിൽ പോലും പിന്നീട് പനിയൊക്കെ വന്നപ്പോൾ പനിയൊക്കെ ആയിട്ട് ആളിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ റൂം ആണ് അതിനു വേണ്ടി നമ്മൾ മാറ്റിയെടുത്തത്. 2 കട്ടിലും ഇപ്പോൾ ഒന്നിച്ചിട്ട് ബെഡ് വാങ്ങിച്ചതിന് ശേഷം 2 ബെഡ് ഒരേ ഹൈറ്റിൽ തന്നെ ഇട്ടതാണ്. അപ്പോൾ അവളെ മറ്റൊരു ബെഡിൻ്റെ സൈഡിൽ കിടത്തിട്ടുണ്ടെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫുള്ള് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കുന്നത്. പെട്ടെന്ന് അവൾ താഴേക്ക് വീഴില്ല. അതൊരു നല്ല ഹൈറ്റും ഉണ്ട്. ഒരു നീളത്തിൽ തന്നെ കുറേ സ്പേസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വീഴില്ല, പെട്ടെന്ന് നീന്തി പോകത്തില്ല. കുറച്ച് ടൈം എടുക്കും അതിനുള്ള. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇനിയിപ്പം ആ ഒരു കെയറിങ് നമുക്കുണ്ടാകും. കുഞ്ഞിന് താഴെ പോകില്ല എന്ന് തന്നെ വിചാരിച്ച് ഇങ്ങനെയാണ് ഇപ്പോൾ റൂം സെറ്റ് ചെയ്തേക്കുന്നത്. എന്താണെങ്കിലും അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് ദിവസത്തേക്ക് കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുകയായിരുന്നു എല്ലാം ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ആ വലിയൊരു റൂം ബെഡ്റൂമാക്കി മാറ്റി 2 കട്ടിലും എല്ലാം അടുപ്പിച്ചിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ഫുള്ള് സെറ്റപ്പ് മാറ്റി എടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ കുറേ ദിവസമായിട്ട് അതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പോഴാണ് ശരിക്കും സമയം കിട്ടിയത്. പക്ഷേ സമയം കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. എനിക്കും കുഞ്ഞിനും പനിയാണ്. പനി അങ്ങ് കുറഞ്ഞെങ്കിലും എനിക്ക് ഭയങ്കര നീർക്കെട്ടിൻ്റെ പ്രശ്നമാണ്. ചെവിക്കും പല്ലിനൊക്കെ ഭയങ്കര വേദനയാണ്. അങ്ങനെ ഇരിക്കുന്നു. കുഞ്ഞുവാവയ്ക്ക് പനിയായിരുന്നു. കുഞ്ഞുവാവയുടെ പനി മാറി, പക്ഷേ മൂക്കൊലിപ്പും ജലദോഷവും ചുമയും ഒക്കെ ഉണ്ട്. അത് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്, കുറവായിട്ടില്ല. അപ്പോൾ വലിയേട്ടൻ സ്കൂളിൽ നിന്ന് പോയിട്ട് വരുമ്പോഴാണ് ഈ പനിയൊക്കെ ആയിട്ട് വരുന്നത്. സ്കൂളിൽ ഏതെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാവും. അവരുമായിട്ട് കളിച്ചിട്ട് വീട്ടിൽ വരുമ്പോഴത്തേനും അവന് ചുമയുണ്ടായിരുന്നില്ല. ഒരു ദിവസം വൈകുന്നേരം മൊത്തം തലവേദനയായിട്ട് അങ്ങ് വന്ന് കിടന്നു. ചെറിയ മെഡിസിനൊക്കെ എടുത്തിട്ട് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ അവന് ഫ്രഷായ കുഴപ്പം വന്നില്ല. പക്ഷേ എനിക്കും കുഞ്ഞുമാവയ്ക്കാണ് വല്ലാതെ അങ്ങ് ബാധിച്ചത്. എനിക്ക് ഭയങ്കര പനിയായിരുന്നു. പിന്നെ ഡോക്ടറെ കണ്ടപ്പോൾ കുറഞ്ഞില്ലെങ്കിൽ അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞേക്കണേ. പനി നന്നായിട്ട് കുറഞ്ഞെങ്കിലും ഭയങ്കര മേലുവേദനയും ചെവിക്കും തലയ്ക്കൊക്കെ ഭയങ്കര വേദനയാണ്. കുഞ്ഞിനും പനിയെ കുറഞ്ഞിട്ടുള്ളൂ. നല്ല ചുമയും മൂക്കൊലിപ്പും എല്ലാം ഉണ്ട്. മരുന്ന് എടുക്കുന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോഴതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. ഏതെങ്കിലും പേരൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വീഡിയോ കണ്ടതിന് താങ്ക് യു.